ഭാരതം കേവലം ഒരു രാജ്യം മാത്രമല്ല, ചരിത്രാതീതകാലം മുതൽ ഇന്നും നിലനിൽക്കുന്ന ഒരു മഹത്തായ സംസ്കാരമാണ്. ഹിമാലയവും ഇന്ത്യൻ മഹാസമുദ്രവും അതിർത്തികളിൽ കാവലാളുകളായി നിൽക്കുന്ന ഈ ആർഷഭാരതഭൂമി വിസ്മയങ്ങളുടെ മഹാസാഗരമാണ്. വേദമന്ത്രങ്ങൾ ആത്മാവായി ഒഴുകുന്ന ഈ മണ്ണിൽ രാമായണം ധർമ്മത്തിന്റെ വഴികാട്ടിയായി, മഹാഭാരതം മനുഷ്യജീവിതത്തിന്റെ മഹാഗാഥയായി കാലത്തെ മറികടന്ന് ഇന്നും ഇവിടെ നിലനിൽക്കുന്നു. മനുഷ്യനെ ആന്തരികയാത്രയിലേക്ക് നയിക്കുന്ന ഉപനിഷത്ത് തത്വങ്ങളും യോഗയും ധ്യാനവും ആരോഗ്യപൂർണമായ ജീവിതത്തിന് വഴികാട്ടിയായ ആയുർവേദമെന്ന ചികിത്സാ ശാഖയും ഭാരതീയ പാരമ്പര്യത്തിന്റെ അടിത്തറകളാണ്. പൂജ്യം അഥവാ ശൂന്യത്തിന്റെ ജന്മഭൂമി, ചതുരംഗകളിയെ തന്ത്രബുദ്ധിയുടെ ഭാഗമാക്കിയ സംസ്കാരം, ശസ്ത്രക്രിയയ്ക്ക് അടിത്തറ നൽകിയ ചികിത്സാ പാരമ്പര്യം, മഹാവീരനും ശ്രീബുദ്ധനും ആദിശങ്കരനും ഗുരുനാനാക്കിനും ജന്മം നൽകിയ പുണ്യഭൂമി, സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്നും വേദകാലങ്ങളിലേക്കും മൗര്യ ഗുപ്ത സാമ്രാജ്യങ്ങളുടെ ഗരിമയിലേക്കും നീളുന്നതാണ് ഭാരത ചരിത്രം. പല്ലവ, ചോള, ഹോയസാല, വിജയനഗര, മുഗൾ സാമ്രാജ്യങ്ങളുടെ ശില്പകലാ വൈഭവവും രജപുത്രരുടെയും മറാത്ത സാമ്രാജ്യത്തിന്റെയും വീരപാരമ്പര്യവും ഇന്നും ഈ മണ്ണിൽ ശ്വസിക്കുന്നു. അജന്തയും എല്ലോറയും ഉൾപ്പെടെയുള്ള 44 യുനെസ്കോ ലോക പൈതൃക കേന്ദ്രങ്ങളും മറ്റു നിരവധി ചരിത്ര സ്മാരകങ്ങളും ഈ സാംസ്കാരിക മഹിമയുടെ സാക്ഷ്യപത്രങ്ങളാണ്. ഭാഷയിലും വേഷത്തിലും ഭക്ഷണത്തിലും സംഗീതത്തിലും നൃത്തത്തിലും വാസ്തുവിദ്യയിലും അപാരമായ വൈവിധ്യം. ആ വൈവിധ്യങ്ങളെല്ലാം വസുദൈവ കുടുംബകം എന്ന ഏകതയിൽ ലയിക്കുന്ന മഹത്തായ ഒരു രാജ്യമാണ് ഇന്ത്യ. ഇത് കാഴ്ചകൾ കാണുന്ന വെറുമൊരു വിനോദയാത്രയല്ല, ഇത് ഇന്ത്യയുടെ ആത്മാവിനെ അറിയുന്ന യാത്രയാണ്. പൈതൃകം അനുഭവിക്കുന്ന, ചരിത്രം മനസ്സിലാക്കുന്ന യാത്രയാണ്.